ഹായ് പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്ന് നമ്മൾ ഒരു ഓണം സ്പെഷ്യൽ വെറൈറ്റി പായസമാണ്. എന്തെന്നാൽ നമ്മൾ സ്വീറ്റ് പൊട്ടാറ്റോ, അതായത് മധുരക്കിഴങ്ങ് വെച്ചൊരു പായസം തയ്യാറാക്കുകയാണ്. ഇത് ഷുഗർ രോഗികൾക്കും യഥേഷ്ടം കുടിക്കാവുന്നതാണ്. ഇത് ഹെൽത്തി ആയിട്ടുള്ളൊരു വിഭവമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഒരു സ്വീറ്റ് പൊട്ടാറ്റോ ആണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അല്പം 1.5 സ്പൂണ്, അല്പമൊന്നുമല്ല 1.5 സ്പൂണ് ഗീ ഒഴിച്ചിട്ടുണ്ട്. ആ ഗീ ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് കശുവണ്ടിയും ഗ്രേപ്സും നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റാം. ആ ഒരു സ്വീറ്റ് പൊട്ടാറ്റോ എടുത്തപ്പോൾ ഞാൻ കരുതി കുറച്ചേ കാണുമായിരിക്കുള്ളൂ എന്ന്. ഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നന്നായിട്ട് കുറേ ഏറെ ഉണ്ട് കേട്ടോ. അത് നമ്മൾ തീരെ പൊടിയായിട്ടൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ട് ഇത്തിരി തരിയായിട്ട് വേണം കേട്ടോ. ഒത്തിരി വലുപ്പത്തിൽ തന്നെ വേണം. കാരണം ഇത് വെന്ത് കഴിഞ്ഞാൽ അങ്ങ് വേഗം വേകുകയും ചെയ്യും, വെന്തങ്ങ് ഉടഞ്ഞു പോവുകയും ചെയ്യും. അതുകൊണ്ട് ഇത്തിരി ഒന്ന് വലുതായിട്ട് വേണം നിങ്ങൾ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ. ഇത് നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റാം. അതുപോലെ നല്ല ഹെൽത്തിയാണിത് കേട്ടോ. സ്വീറ്റ് പൊട്ടാറ്റോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഷുഗർ രോഗികൾക്കൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഫുഡാണ് ഇത്. സ്വീറ്റ് പൊട്ടാറ്റോ നമ്മൾ പുഴുങ്ങിയതും അതുപോലെ ചെറുപയർ പുഴുങ്ങിയതും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും ബെസ്റ്റാണ്. അവരുടെ ദഹനത്തിനും എല്ലാം. ഷുഗർ പേഷ്യൻസിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാധനമാണ് നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോ. നമ്മളത് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അല്പം ഗീ കൂടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ആദ്യമായിട്ട് ഞാൻ ഇതുവരെ ആരും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് ഞാൻ കണ്ടിട്ടേ ഇല്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ആരെങ്കിലും സ്വീറ്റ് പൊട്ടാറ്റോ വെച്ച് പായസം തയ്യാറാക്കുന്നത്? എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ ഞാനാണ് ഇത് ആദ്യമായിട്ട് ചെയ്യുന്നതെന്ന്. വേറെ ആരെങ്കിലും ചെയ്തിട്ട് കണ്ടിട്ടുള്ളവർ ഒന്ന് കമൻ്റ് ഇട്ടേക്കണേ. ഇത് ഈ പാനിനകത്ത് പറ്റില്ല. ഞാൻ കരുതി ഇതിനകത്ത് പറ്റുമായിരിക്കുമെന്ന്. ചെറിയ ഒരു സ്വീറ്റ് പൊട്ടാറ്റോ അല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ ചെറിയ പാൻ എടുത്തത്. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇതിൽ ഒന്നും നടക്കുന്ന കാര്യമല്ല. നമുക്ക് പാനൊന്ന് മാറ്റിയിട്ട് വലിയ പാൻ തന്നെ വയ്ക്കാം. ഒരു ചെറിയ കിഴങ്ങല്ലേ ഇത് കരുതിയാണ് ഞാൻ അതെടുത്തത്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ നെയ്ക്കകത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ എന്ന് വെച്ചാൽ ഡീപ്പ് ഫ്രൈ അല്ല, നമ്മൾ പായസത്തിന് സാധാരണ ഫ്രൈ ആക്കുമല്ലോ അതേപോലെ ഇത് നല്ലൊരു യെല്ലോ കളറാകും. അതുപോലെ തന്നെ സ്വീറ്റ് പൊട്ടാറ്റോ നമ്മൾ എല്ലാ സാധനങ്ങളും പായസത്തിനുള്ള സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചതിന് ശേഷം മാത്രം അതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്തിട്ട് ഗ്രേറ്റ് ചെയ്യാവുള്ളൂ. അത് കുക്ക് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ മാത്രമേ നമ്മളത് ഗ്രേറ്റ് ചെയ്തെടുക്കാവുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ കളറങ്ങ് ചേഞ്ചായി പോകും, ഒരു ഡാർക്ക് കളറായി പോകും. അതുകൊണ്ട് ഇത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും പായസം തയ്യാറാക്കാൻ നിൽക്കരുത്. ആദ്യമേ നമുക്ക് തേങ്ങാപ്പാലൊക്കെ വേണം, അതൊക്കെ ആക്കി വെച്ചു. അതിന് ശേഷം നമ്മൾ ശർക്കര ഞാൻ ഇതിപ്പം ഒരു സ്വീറ്റ് പൊട്ടാറ്റോ അല്ല, അതിപ്പം ഞാൻ രണ്ട് ഇതെടുത്തിട്ടില്ല. ഒരു 1.5 ക്യൂബ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ ഉരുക്കി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങാപ്പാൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു 2 സ്പൂണ് ചവ്വരി നല്ല തിളച്ച വെള്ളത്തിലിട്ട് അടച്ചു വെച്ചിരുന്നതാണ്. അതൊരു അരമണിക്കൂറിന് മുന്നേ ഇട്ട് വെച്ചിരുന്നു. അതുകൊണ്ട് അത് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒന്ന് തിളച്ച വെള്ളത്തിലിട്ട്, അല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിലിട്ടൊന്ന് തിളപ്പിച്ചിട്ടൊന്ന് അടച്ചു വെച്ചിരുന്നാൽ മതി. അപ്പോൾ പെട്ടെന്ന് അത് കുക്കായിക്കോളും. അല്ലാതെ നമ്മൾ ഇതിൻ്റെ കൂടെ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് വേകാൻ ഒരുപാട് താമസമാണ്. ഇങ്ങനെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് നമ്മൾ അടച്ചവിടെ മാറ്റി വെച്ചിരുന്നിട്ട് ബാക്കിയെല്ലാം ചെയ്ത് വരുമ്പോഴത്തേക്ക് അത് അവിടെ ഇരുന്ന് നന്നായിട്ട് കുതിരുകയും ചെയ്യും, വേകാനും എളുപ്പമാണ്. ഇനി അതും കൂടെ നമ്മളിതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിന് വേവ് കുറവായതുകൊണ്ട് നിങ്ങൾ കുറച്ച് തേങ്ങാപ്പാലൊക്കെ നമ്മൾ 2ാം പാൽ എടുക്കുന്നത് കൂടുതൽ വെള്ളത്തിലൊന്നും എടുക്കണ്ട. കുറച്ച് എല്ലാ പായസത്തിലും എടുക്കുന്നതിൻ്റെ പകുതി മതി. ഞാനിത് ഒരു തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ ഒരു 1/2 ലിറ്റർ വെള്ളത്തിൽ മാത്രമേ ഞാനത് പാലാക്കി എടുത്തിട്ടുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് വെന്ത് വരുന്ന സാധനമാണ്. അപ്പോൾ നമ്മൾ ആ 2ാം പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു 1.5 ക്യൂബ് ശർക്കര ഉരുക്കിയ പാനി ഞാൻ ഉരുക്കി വെച്ചിട്ടുണ്ട്, അരിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിലേക്കങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം.
പെട്ടെന്നാണ് കേട്ടോ, പെട്ടെന്ന് റെഡിയാവും. ഒരു 5-10 മിനിറ്റ്. നമ്മൾ ഈ ശർക്കരയൊക്കെ ഉരുക്കി വെക്കുകയും തേങ്ങാപ്പാൽ പിഴിഞ്ഞ് മാറ്റി വെക്കുക എടുക്കുന്ന സമയമേ ഉള്ളൂ. ഈ പായസം വേഗമാണ്, കുക്കിങ് വേഗമാണ്. അത് രണ്ടും തേങ്ങാപ്പാൽ എടുക്കുന്ന സമയവും പിന്നെ നമ്മൾ ശർക്കര പാനി ആക്കി വെക്കുന്ന സമയവും മാത്രമേ ഉള്ളൂ നമുക്ക് കൂടുതൽ സമയം നമുക്കറിയാമല്ലോ. അതും കൂടി ഞാൻ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് മതി, മധുരം കുറച്ച് മതി. സ്വീറ്റ് പൊട്ടാറ്റോയ്ക്ക് മധുരം ഉള്ളത് കൊണ്ട് നമ്മൾ കുറച്ച് മധുരം ആഡ് ചെയ്താൽ മതി. ഇത് ഞാനൊരു പരീക്ഷണാർത്ഥമാണിത് റെഡിയാക്കിയത്. പക്ഷേ റെഡിയായി കഴിഞ്ഞിട്ട് നന്നാണെങ്കിൽ മാത്രം ഞാൻ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് കുക്ക് ചെയ്ത് എൻ്റെ ഹസ്ബൻഡിന് കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഡബിൾ ഓക്കെ പറഞ്ഞു. അദ്ദേഹം ഒരു കാര്യം അങ്ങനെ ഒരു സമ്മതിച്ചു തരുന്ന കക്ഷിയല്ല. ഇത് പറഞ്ഞ സൂപ്പറായിട്ടുണ്ട്, ഇതെന്തോ എങ്ങനെ നീ ചെയ്തെടുത്തെന്ന് തന്നെയാണ് ചോദിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് ധൈര്യപൂർവ്വം നിങ്ങളും ധൈര്യപൂർവ്വം കുക്ക് ചെയ്തോളൂ, നല്ല സൂപ്പറാണ്. ഇതിലേക്ക് നമുക്ക് ഒരു ഇഞ്ച് വലിപ്പമുള്ള ഒരു ചുക്കുണ്ടല്ലോ, ആ ചുക്കും ഒരു 3-4 ഏലക്കയും ഒരു അര സ്പൂണിലെ 1/4 സ്പൂൺ ജീരകവും കൂടെ അല്പം ഷുഗറും കൂടെ ചേർത്ത് പൊടിച്ചിട്ട് ആ പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ? നന്നായിട്ട് കുറുകി. ഇനി ഒരു ലേശം കൂടെ ഒന്ന് വറ്റിയാൽ മതി. അത് ചുക്ക് പൊടിയിട്ട് ഇനി അത് തണുക്കുമ്പോഴത്തേക്ക് അങ്ങ് റെഡി ആയിക്കോളും. അധികം വെള്ളമൊന്നും ചേർക്കരുത്. നമ്മൾ ഇത് പെട്ടെന്ന് വേകുന്ന സാധനത്തിനൊക്കെ നമ്മൾ കുറച്ച് വെള്ളമല്ല ചേർക്കുകയുള്ളൂ. അങ്ങനെ നമ്മൾ ഒന്നാം പാൽ ഞാൻ 1 കപ്പേ ഉള്ളൂ, ചെറിയ കപ്പിന് 1 കപ്പ് ഒന്നാം പാലും കൂടെ ഉണ്ട്. അതും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഇത് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് സെർവ് ചെയ്യാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ. വാച്ചിങ് അവർ കുറവായിട്ട് കാണിക്കുന്നു. പിന്നെ ഒരുപാട് വ്യൂസ് ഉണ്ട്, പക്ഷേ എങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ നമുക്ക് വാച്ചിങ് അവർ കുറവായിട്ട് കാണിക്കുന്നത്. അതുകൊണ്ട് ദയവേത് എല്ലാവരും പിന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണുക, കണ്ടിട്ട് അഭിപ്രായങ്ങൾ എഴുതുക, പിന്നെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്നത് ആഡ് ചെയ്തിട്ടുണ്ട്. അതും ഒന്ന് റെഡിയാവട്ടെ. 1 മിനിറ്റ് കഴിയുമ്പോൾ അത് നന്നായിട്ട് തണുത്ത് വരുമ്പോൾ നമുക്ക് സെർവ് ചെയ്യാം. എല്ലാവരും ഒന്ന് ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുമല്ലോ. ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം എല്ലാവരും ഈ വർഷത്തെ ഓണത്തിന് നമുക്ക് സ്വീറ്റ് പൊട്ടാറ്റോ പായസം തയ്യാറാക്കാം. ഒരു പ്രാവശ്യം ഒന്ന് തയ്യാറാക്കി നോക്കൂ, എല്ലാവർക്കും ഇഷ്ടമാവും. ഇവിടെ ചേട്ടനൊക്കെ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ധൈര്യപൂർവ്വം ഇത് ഞാൻ ഷെയർ ചെയ്ത് നിങ്ങൾ കൂടെ എത്തിച്ചു തന്നത്. നോക്കൂ, 10 മിനിറ്റ് നമ്മളത് അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ലേശം ഒഴിച്ച് നോക്കാം. നോക്കൂ, നല്ല കുറുകി നല്ല പാകമായിട്ടുണ്ട്. നമ്മുടെ ആ ചൗരിയൊക്കെ നന്നായിട്ട് വെന്ത് നല്ല ഗ്ലാസ് ഫോമായിട്ടുണ്ട്. കണ്ടോ? നല്ല സ്വീറ്റ്, നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമാണ്. മറ്റുള്ള നമ്മൾ മൈദയൊക്കെ കൊണ്ടുള്ള അട കൊണ്ടൊക്കെ പായസം വെക്കുന്നതിനൊക്കെ ബെറ്ററാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത ഒരു വീഡിയോയുമായി വരും വരെ ഗുഡ് ബൈ.